ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അവനിലുണ്ടാകുന്ന ചില സവിശേഷതകൾ നിറഞ്ഞ പ്രവർത്തനങ്ങളെ അള്ളാഹു പ്രശംസിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായ കാര്യമാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നതും നല്ലവരായ മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ അവരെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവരാണ് അവർ. അമ്പിയാക്കന്മാരുടെ ഒക്കെ ഒരു സവിശേഷതയായി എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷയമാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ വായിച്ചാൽ നമുക്ക് പ്രചോദനമാകും. നമ്മൾ എത്ര ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അല്ലാഹു തആല പാപമോചനത്തിന് സന്നദ്ധനാണ്. അവൻ പഠിപ്പിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ. ഒരു ഹദീസിൽ പറഞ്ഞ വാക്ക്, യബ്ന ആദം, ആദമിന്റെ സന്താനങ്ങളെ, ലൗ ബലഗ്ത ദുനൂബക അനാന സമാ, ആകാശം മുട്ടുവോളം നീ പാപം ചെയ്തവനാണെങ്കിലും, സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പാപമോചനം ചോദിച്ചാൽ, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും, വലാ ഉബാലി, ഞാൻ അത് പ്രശ്നമാക്കില്ല. ആകാശം മുട്ടുവോളം പാപം ചെയ്താലും ഞാനത് പ്രശ്നമാക്കൂല, പുറത്തു തരാൻ മനസ്സുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്തിഗ്ഫാറിന് ധാരാളം ഗുണങ്ങൾ, നേട്ടങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിലും അവർക്ക് ദുനിയാവിലെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള കാരണം കൂടിയാണ് ഇസ്തിഗ്ഫാർ. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ നിങ്ങൾക്ക് ദുനിയാവിൽ യുമത്തിഉകും മതാഅൻ ഹസന, ധാരാളം നല്ല നല്ല വിഭവങ്ങൾ തരും. ഇലാ അജലിൻ മുസമ്മ, നിശ്ചിത അവധി വരേക്കും. ദുനിയാവിൽ കിട്ടുന്ന ചില അവധി വരെ അല്ലാഹ് ചില ഭൗതികമായ വിഭവങ്ങൾ നമുക്ക് തരാൻ തയ്യാറാണ്. ദുനിയാവിലും അതിന്റെ നേട്ടമുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരു ദിവസം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. അദ്ദേഹം പരാതി പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിന്റെ നാട്ടില് ഭയങ്കര ദാരിദ്ര്യമാണ്, വരൾച്ചയാണ്. അപ്പോ അദ്ദേഹത്തിന് പരിഹാരമായി പറഞ്ഞു കൊടുത്തത്, ഇസ്തഗ്ഫിരില്ല, നീ ഇസ്തിഗ്ഫാർ നടത്തിക്കണം. വശക ആഖർ, വേറെ ഒരാൾ വന്നു. അയാള് ആവശ്യപ്പെടുന്നത്, പരാതി പറയുന്നത് ഭയങ്കര ഫഖറാണ്, വ്യക്തിപരമായി അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കവും ദാരിദ്ര്യവുമാണ്. ഫഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നിന്റെ ആ പ്രശ്നം പരിഹരിക്കാൻ നല്ലത് ഇസ്തിഗ്ഫാറാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി, സന്താനങ്ങളില്ല, ഉദ്ഉല്ലാഹ അൻ യുർസുഖനി വലദൻ, കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉസ്താദ് പ്രാർത്ഥിക്കണം. ഫഖാല, അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നിങ്ങൾക്ക് സന്താനമില്ലാത്ത വിഷമമാണ് അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. വശക ഇലൈഹി ആഖർ, വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ജഫാഫ ബുസ്താനിഹി, ഒരുപാട് തോട്ടങ്ങളുണ്ട്, തോട്ടം മുഴുവൻ വെള്ളം കിട്ടാത്തോണ്ട്, മഴ കിട്ടാത്തോണ്ട് ഉണങ്ങി കിടക്കുകയാണ്. ഫഖാല ലഹു ഇസ്തഗ്ഫിരില്ല, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇതെല്ലാം കൂടി കേട്ടപ്പോ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എല്ലാവരോടും, ഈ പറഞ്ഞ നാലാളോടും ഇസ്തിഗ്ഫാർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ അദ്ദേഹം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞു, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അല്ലാഹ് പാപം പുറത്തു തരും. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, ആകാശത്തുനിന്ന് വെള്ളം തരും, മഴ കിട്ടും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും തരും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, തോട്ടങ്ങളും സമൃദ്ധമായ അരുവികളും തരും, വെള്ളം കിട്ടും, റിസ്ക് കിട്ടും. ഇതൊക്കെ ഇസ്തിഗ്ഫാറിന്റെ നേട്ടമാണ് എന്ന് പഠിപ്പിച്ചിരിക്കുന്നത്.
അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ പോലെ ചില വാക്കുകൾ, ചില പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ നേട്ടമായി കൊണ്ടും ഇസ്തിഗ്ഫാർ പ്രത്യേകിച്ചും ചില സന്ദർഭങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ നമസ്കാര ശേഷം ഇസ്തിഗ്ഫാർ, ഹജ്ജ് കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഇസ്തിഗ്ഫാർ. ഹജ്ജ് പറഞ്ഞാൽ തന്നെ പാപപരിഹാരമാണ്, പാപം ചെയ്യാനുള്ളതല്ലല്ലോ. ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ഒഴുകി നീങ്ങി നടന്നു പോകുമ്പോൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. വുളു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ നടത്തണം. സാധാരണ വുളു കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കാറ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുകല്ലാഹുമ്മ വഅതൂബു ഇലൈക. നമ്മുടെ സദസ്സെന്ന് പിരിയുമ്പോഴുള്ള പ്രാർത്ഥനയോട് ചെറിയൊരു സാദൃശ്യമുണ്ട്. ഒന്നുകൂടി പറയാം, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുകല്ലാഹുമ്മ വഅതൂബു ഇലൈക. ഈ പ്രാർത്ഥന വുളുവിന് ശേഷം പറയുന്നതോടെ അവന്റെ വുളുവിന്റെ അവയവങ്ങളിലൂടെ അവന്റെ പാപങ്ങൾ ഇറക്കി വിടുന്നതാണ്, ഒലിച്ചു പോകുന്നതാണ്, തീർത്തു പോകുന്നതാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ സമയത്ത് അതും കൂടെ ചേർത്ത് പറയാനും പ്രാർത്ഥിക്കാനും കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇസ്തിഗ്ഫാറിന്റെ സമയം എന്ന് പറയുന്നത് അൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാറാണ്. നമ്മളെ സുബഹിന്റെ അരമണിക്കൂർ മുമ്പ്, 3/4 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വുളു ചെയ്ത് 2-3 റക്അത്ത് നിസ്കരിച്ച്, ഒറ്റയാണെങ്കിൽ ഒറ്റയാക്കിയിട്ട്, വിത്തറാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അവന് ഖിയാമുൽ ലൈലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ, ഏതായിരുന്നാലും റക്അത്തുകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒറ്റയാണെങ്കിൽ അത് ഒറ്റയാക്കിയിട്ട് തന്നെ തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ആ സമയങ്ങളിലുള്ള ഇസ്തിഗ്ഫാർ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല മയ്യദ്ഊനി ഫസ്തജീബ ലഹ്, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കുന്നവൻ ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയമാണ്. മയ്യസ്തഗ്ഫിറുനി, ആരുണ്ട് എന്നോട് ഈ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്താൻ, ഫഅഗ്ഫിറു ലഹ്, ഞാൻ അവന് പുറത്തു കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഹയാത്തിലുണ്ടെങ്കിൽ ആ സമയം എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ദിവസം മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ജോലിക്കാരൻ, ഹമ്മാൽ എന്ന് പറയും. ആരാണ് ഹമ്മാൽ എന്ന് പറഞ്ഞാല്? ഹമല എന്ന് പറഞ്ഞാൽ ലഗേജ് ചുമന്നു എന്നാണ്. ഹമ്മാൽ എന്ന് പറഞ്ഞാൽ ലഗേജുകൾ, ഭാരം ചുമക്കുന്ന വ്യക്തികൾക്കാണ് ഹമ്മാൽ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരു ജോലി, അങ്ങാടിയിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു സഹായി നിൽക്കും ഒരു ഹമ്മാലായ ജോലിക്കാരനെ വിളിച്ചിട്ട് ഇതൊന്ന് വീട്ടിൽ എത്തിച്ചേർന്നു. ഈ മനുഷ്യൻ ലഗേജുകൾ ചുമലിലേറ്റി പോന്ന വഴിക്ക് 2 വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒന്ന് അൽഹംദുലില്ലാഹ്, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ്. ഓരോ ലഗേജ് ഇങ്ങനെ ചുമന്ന് വീട്ടിലേക്ക് എത്തോളം അൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. വീട്ടിലെത്തിയപ്പോ കൊടുക്കാനുള്ള സംഖ്യ കൊടുത്ത് തിരിച്ചു പോണതിന്റെ ഇടയിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ അൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയണ്ടല്ലോ? ഫഅജാബ, അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, അന ഫീ ഹയാതി കുല്ലുഹാ മഅല്ലാഹ്, എന്റെ ജീവിതം മുഴുവൻ ഞാൻ അള്ളാഹുവിന്റെ കൂടെ ചെലവഴിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാഹ് എന്നുള്ളത് ഞാൻ എനിക്ക് കിട്ടിയതിന് എല്ലാത്തിനുമുള്ള ശുക്റാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്നത് ഞാൻ എൻ്റെ റബ്ബിന്റെ വിഷയത്തിൽ നടത്തിയ ഏതെങ്കിലും നിലക്കുള്ള എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കിട്ടാനുള്ളൊരു വാക്കാണ്. അത് കേട്ടപ്പോ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി കൈകൾ ചേർത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ഹമ്മാലുൻ അഫ്ഖഹു മിൻക യാ ഹസൻ, ഹസനെ നിന്നേക്കാൾ ബോധവും പാണ്ഡിത്യവും വിവരവുമുള്ള ആളാണ് കേട്ടോ ഈ ലഗേജ് ചുമന്ന ഹമ്മാൽ. സ്വയം പറയാണ്, അവനവനോട് പറയാണ്, ഹസനെ നിന്നേക്കാൾ എത്രയോ വിവരവും പാണ്ഡിത്യവും കാണിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ ഈ ലഗേജ് ചുമന്ന മനുഷ്യൻ.
വലിയ നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. എത്ര ലളിതമായി സിമ്പിളായി നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന, മനസ്സുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ നേട്ടങ്ങളുടെ ഗുണമാണ് അനുഭവിക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം പുറത്ത് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായി അള്ളാഹുവിന്റെ സ്വർഗ്ഗതീരത്തേക്ക് എത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.